ഒരു രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യമാണോ ഇത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന? അപ്പം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു ഫാമിലിയാണ്. ബാക്കിയുള്ളവർക്ക് അത് ഇംഗ്ലീഷ് അക്ഷരത്തിൽ പറയാൻ ഈസി ആയിട്ട് കഴിയും. ഇത് സംഘടനയാണ്, സംഘടനയ്ക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് പൊതുജനങ്ങളെ അപ്പം അപ്ഡേറ്റ് അറിയിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഘടനയ്ക്ക് ആ കമ്മിറ്റിയെ മാറ്റി അടുത്ത കമ്മിറ്റി മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെ പോകുന്നു. ഇനി അതിൻ്റെ വിശദീകരണം പറയാൻ മാത്രമുള്ള ഒരു സംഘടന വയസ്സെനിക്കില്ല. ഓക്കെ. ഈ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ സംഘടനയ്ക്കുള്ളിലെ കാര്യം സംഘടനയ്ക്കുള്ളിൽ നിൽക്കണമെന്ന്. ഇപ്പം അൻസുബ അടക്കം ടിനി ടോം അടക്കം പല കാര്യങ്ങളും പുറത്തേക്ക് പറയുകയും വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ കോടതിയിലടക്കം കേസുകൾ നടക്കുകയാണ്. അത് അമ്മയുടെ പ്രതിച്ഛായയ്ക്ക് എത്തരത്തിലാണ് ബാധിച്ചിട്ടുണ്ട്? അതെല്ലാം ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചെയ്ത എല്ലാവരും അത് ഏറ്റുപറയുകയും അത് തിരുത്തുകയും തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് മുന്നോട്ട് നല്ല പഴയ രീതിയിൽ തന്നെ അമ്മ എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ്. ഈ ജനറൽ ബോഡിക്ക് ഒരു ശക്തിയുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ജനറൽ ബോഡി അതാര് അധികാരത്തിൽ വന്നാലും അവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു ശക്തി ജനറൽ ബോഡിക്ക് ഉണ്ട്. ജനറൽ ബോഡിക്ക് മാറ്റാനും കൊണ്ടുവരാനും ഉള്ള പ്രാപ്തിയുള്ള ജനറൽ ബോഡിയാണെന്ന് ഈ ജനറൽ ബോഡി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ വൈകാരികമായി പോയതാണോ ഇത്തരം വിഷയങ്ങൾ, വലിയ വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങൾ വലുതായി പോയത് എന്ന് കരുതുന്നുണ്ട്? ഇല്ല, മനുഷ്യരല്ലേ, അപ്പോൾ ഇമോഷൻസ് ഉണ്ടാവുമല്ലോ. അത് നടന്മാരാണെങ്കിലും മനുഷ്യരാണല്ലോ ബേസിക്. അപ്പോൾ അങ്ങനെ അതൊരു തെറ്റല്ലല്ലോ. അത് മാത്രമല്ല, അതിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, അത് കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റിയെ, ഇതിപ്പോൾ സിനിമാക്കാരുടെ കമ്മിറ്റി ആയതുകൊണ്ടാണ് നിങ്ങളും അല്ലെങ്കിൽ ജനങ്ങളാണെങ്കിലും ഇത്രയും ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. ആ കമ്മിറ്റിയുടെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് നടന്നോളും. പണ്ട് ഇത്രയും സൂക്ഷ്മമായ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസവും തർക്കവും ഇതൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇതൊന്നും പൊതുവേദിയിൽ വന്ന് ചർച്ച ചെയ്യാൻ ആരും കൂട്ടാക്കിയിട്ടുമില്ല. അത് കേൾക്കാൻ വേണ്ടിയിട്ട് മീഡിയാസ് നിൽക്കാറുമില്ല. അപ്പോൾ ആ ഒരു ശൈലി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് അത് അവരുടെ കുടുംബകാര്യം. ഇപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരു ബഹളം ഉണ്ടെങ്കിൽ നമ്മളത് പോയി കേട്ട് രസിക്കുക എന്ന് പറയുന്നത് ഒരു അല്ല, മലയാള സിനിമയിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അങ്ങനെ വെറുതെ നാട്ടുകാർക്ക് കേൾക്കാതിരിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാണ്ട് ഇരിക്കേണ്ട കാര്യങ്ങളോ അല്ല അമ്മ സംഘടനയിൽ നടക്കുന്നത്. ഞാൻ പറയണ ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സംഘടനയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല 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 കൊടുക്കുന്നില്ല. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കണം, അവരറിയിക്കുന്നുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമോ അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് ഇടലോ അവരുടെ ഭാഗത്തുനിന്നുമില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നുമില്ല. അൻസിബയായിട്ടുള്ള വിഷയം ഞാനോ മറ്റു മാധ്യമങ്ങളോ പറഞ്ഞില്ല. അൻസിബ തന്നെ പുറത്തേക്ക് വന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. ടിനി ടോം അതേപോലെ തന്നെയാണ്, അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് അവിടെ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് അവിടെ ഈ പറഞ്ഞ രാജി വെച്ചു എന്ന് ഞങ്ങൾ പോലും അറിയുന്നതിന് മുമ്പ് ഇവിടെ ലൈവ് വന്നു തുടങ്ങി. അപ്പോൾ ആ ലൈവ് ഇടാൻ നിങ്ങളും താല്പര്യം കാണിച്ചിട്ടല്ലേ അല്ലേ? ഇവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റികളിൽ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് നമ്മളറിയണത്. അപ്പോൾ അത്രയും പ്രാധാന്യം ഈ ഒരു കമ്മിറ്റിക്ക് കൊടുക്കണ്ടെന്നാണ് ഞാൻ പൊതുജനത്തിനോടും മീഡിയയോടും ഞാൻ എൻ്റെ പേഴ്സണലി പറയുന്നത്. അത്ര വലിയ പ്രാധാന്യമൊന്നും ഇതിന് കൊടുക്കണ്ട എന്ന് തന്നെയാണ്. ഇതൊരു എല്ലാ കമ്മിറ്റിയും പോലെ ഇപ്പോൾ നിങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ അത് നടക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ ഈ ആളുകൾ വരുന്ന നടന്മാരെ കാണാനായിട്ട് ഇവിടെ ആളുകൾ കൂടുന്നുണ്ട്, അതൊക്കെ ഓക്കെ. അത് എന്താ പറയുക, അത് വേണ്ടാന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷെ അങ്ങനെ റിസ്ക് എടുത്ത് അകത്ത് എന്ത് നടക്കും, നമ്മളെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമക്കാർ വിളിക്കാറുണ്ട്. എന്താ പറഞ്ഞത്, എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്, എന്തിനാണ് അത്രയും റിസ്ക് എടുക്കുന്നത്, അത്രയും സ്ട്രെയിൻ. നമുക്ക് ഒരു രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യമാണോ ഇത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന? അപ്പോൾ അതിൻ്റെ വഴിക്ക് ഒരു ചെറിയ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായ നടന്മാർക്ക് ഇപ്പോൾ കൊറോണ വന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു കമ്മിറ്റിയാണ് വ്യക്തിപരമായിട്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അല്ല കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും എല്ലാ രീതിയിലും നന്നായിരിക്കണം. നന്നായില്ലെങ്കിൽ അത് ജനറൽ ബോഡിയിൽ ചർച്ച വരുമ്പോൾ മാറ്റേണ്ടതാണെങ്കിൽ മാറും. ഇതെല്ലായിടത്തും നടക്കുന്നതാണ്. അല്ലാതെ ഇതിനകത്ത് സ്ത്രീ പുരുഷൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഇതൊരു വലിയ കൊള്ളസംഘമൊന്നുമല്ല. സാധാരണ ഒരു കമ്മിറ്റി നമ്മളെപ്പോലുള്ളവർക്ക് വർക്കില്ലാതെ വരുമ്പോൾ ഇപ്പോൾ ഒരു പെൻഷൻ പോലെ കൈനീട്ടം എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, മരുന്ന് സഹായങ്ങളുണ്ട്. അതേപോലെ ഇപ്പോൾ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ ഇപ്പോൾ സിനിമയെ കയറിയതിന് ശേഷം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സ്വന്തക്കാരോ അത്രയ്ക്കില്ല.
നമുക്ക് നമ്മുടെ പാട്ടും ഡാൻസും കൂതർത്തരൊക്കെ കാണിക്കാൻ കിട്ടുന്നൊരു അവസരം അത്. നമുക്ക് മറ്റ് ക്ലബ്ബുകളിലൊന്നും പോയി പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു ഫാമിലിയാണ്. ബാക്കിയുള്ളവർക്ക് അത് ഇംഗ്ലീഷ് അക്ഷരത്തിൽ പറയാൻ ഈസി ആയിട്ട് കഴിയും. പക്ഷെ ഞങ്ങൾക്ക് അമ്മ എന്ന് തന്നെ പറയേണ്ട വരുന്ന, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നത് ഞങ്ങളെ അതേപോലെ കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതേപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നശിഞ്ഞു പോവോ അല്ലെങ്കിൽ ഇത് തമ്മിത്തല്ലി ഇത് നാട്ടുകാരുടെ മുമ്പിൽ വിരിക്കപ്പെടുകയോ ചെയ്യുന്നത് ഒരു മെമ്പറിനും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യാനുള്ളത് മീഡിയയോടും പൊതുജനത്തിനോടും, അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് എന്നാൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു, അതിനെക്കുറിച്ച് എന്ത് ഡിസ്കഷൻ നടക്കണേ? എത്ര പേർക്ക് ഈ പറഞ്ഞ പോലെ എന്തെല്ലാം കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അതും പറയണ്ടേ? ഈ നെഗറ്റീവ് മാത്രം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് അതിൻ്റെ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ശരി ഞാൻ പറഞ്ഞു. ഓക്കെ. അല്ല ചേട്ടാ, ഇതിലിപ്പം അമ്മയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട്ടിലൊരു പ്രശ്നമുണ്ടായാൽ മുതിർന്ന അംഗങ്ങൾ ഇടപെട്ട് അത് പരിഹരിക്കാറാണ് പതിവ്. ഇവിടെ അതടക്കം ഉണ്ടായിട്ടില്ല. തുടക്ക സമയത്ത് ഉണ്ടാവാത്തതല്ലേ ഇത്രയും വലിയ പൊട്ടിത്തെറികളിലേക്ക് അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോ പല ജൻസിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതികളാണ് അല്ലേ? അപ്പോൾ ഇതറിയേണ്ട സമയത്ത് അറിഞ്ഞപ്പോൾ അതിൽ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ജനറൽ ബോഡി ആണല്ലോ അതിൻ്റെ ഒരു ഫൈനൽ. ആ ഫൈനലിൽ കൃത്യമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ശ്വേത പോയത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞങ്ങളുടെ ഫാമിലി പ്രശ്നമാണ്. അതൊന്നും ഇങ്ങനെ വന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. സാമ്പത്തിക ക്രമം അതൊന്നും എനിക്കറിയില്ല. ശ്വേത ചേച്ചി അങ്ങനെ പറഞ്ഞോ അതൊന്നും എനിക്കറിയില്ല. ഞാനൊരു ചെറിയ മെമ്പറാണ്, ഏറ്റവും ലാസ്റ്റത്തെ മെമ്പറായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോൾ എനിക്ക് അത്രയും ഭാരപ്പെട്ട ചർച്ചയിലേക്കൊന്നും എന്നെ വലിക്കരുത്.